പ്രിയപ്പെട്ടവരെ, നമ്മുടെ രണ്ട് മുതിർന്ന IAS ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ ഉത്തരവിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങളാണെന്നാണ് മനസ്സിലാക്കുന്നത്. എൻ പ്രശാന്തിന്റെ പ്രതികരണങ്ങൾ ഭരണ സംവിധാനത്തിന്റെ പ്രതിച്ഛായ തകർത്തുവെന്നും പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പ് സൃഷ്ടിച്ചുവെന്നും ഉത്തരവിൽ പരാമർശിക്കുന്നു. മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കെ ഗോപാലകൃഷ്ണൻ തന്നെയാണ്. ഗോപാലകൃഷ്ണൻ ഉദ്യോഗസ്ഥർക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചെന്നും ഗുരുതര ചട്ടലംഘനമാണ് ഗോപാലകൃഷ്ണൻ നടത്തിയതെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. വിവരങ്ങളുമായി അരുൺ സോളമൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. അരുൺ സോളമൻ, വെരി ഗുഡ് മോർണിംഗ്. രണ്ട് IAS ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നടപടി അടുത്തിടെയൊന്നും നമ്മൾ കേട്ട ചരിത്രമില്ല. ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യവുമാണ്. രണ്ട് വ്യത്യസ്ത കാരണങ്ങളാണെങ്കിലും സസ്പെൻഷൻ ഉത്തരവിൽ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെയും ഉള്ളത്. അവമതിപ്പ് സൃഷ്ടിക്കാൻ പ്രശാന്തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സഹായിച്ചു. മറുഭാഗത്ത് സാമൂഹിക സ്പർദ്ധയുണ്ടാക്കത്തക്ക രീതിയിൽ, വിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിൽ മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ്, മുസ്ലിം വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്തൊക്കെയാണ് സസ്പെൻഷൻ ഓർഡറിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ, വിമർശനങ്ങൾ? അരുൺ സോളമൻ. ഗുഡ് മോർണിംഗ് അരുൺ. സംസ്ഥാനത്ത് ആദ്യമായാണ് രണ്ട് IAS ഉദ്യോഗസ്ഥർ ഒരേ ദിവസം സസ്പെൻഷനിലാകുന്നത്. ഇതിൽ പ്രധാനമായും വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടറായിരുന്ന കെ ഗോപാലകൃഷ്ണൻ IAS ആണ്. ദീപാവലി ദിവസം ഇദ്ദേഹം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ വാട്സപ്പ് ഗ്രൂപ്പ് മതാടിസ്ഥാനത്തിൽ ഹിന്ദു IAS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു ആദ്യം ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ ഇതു സംബന്ധിച്ച് ഈ വാർത്തകൾ പുറത്തു വരുന്നത് നവംബർ 5-ാം തീയതി സൈബർ പോലീസിന് ഇദ്ദേഹം പരാതി നൽകുമ്പോഴാണ്. 4-ാം തീയതി ഇദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടി ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. മല്ലു മുസ്ലിം ഓഫീസേഴ്സ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്തത്. അതിബുദ്ധിയോടുകൂടിയാണ് കെ ഗോപാലകൃഷ്ണൻ ഈ വിഷയത്തിൽ പ്രവർത്തിച്ചതെന്നുള്ളത് വരുന്ന ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായതിനെ തുടർന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻ കുമാർ DGPക്ക് റിപ്പോർട്ട് നൽകുകയും തുടർന്ന് DGP ചീഫ് സെക്രട്ടറിക്ക് ഈ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു. ഇതിൽ പ്രധാനമായും കെ ഗോപാലകൃഷ്ണന്റെ മുന്നത്തെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ തന്നെ ഇദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥനല്ല എന്നുള്ളത് പലപ്പോഴും വ്യക്തമായ കാര്യമാണ്. പ്രളയകാലത്തടക്കം സർക്കാരിനൊപ്പം സഹകരിക്കാതെ നിന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. പ്രളയകാലത്ത് ഇദ്ദേഹം ലീവ് എടുത്ത് ഒഴിവിൽ പോയ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ള വിവരം ഇതുവരെയും ലഭ്യമായിട്ടില്ല. അരുൺ, ഇദ്ദേഹം ഇപ്പോഴും പറഞ്ഞത് തന്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്നുള്ളൊരു ആരോപണമാണ് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴി. ഇതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു. എന്നാൽ ഈ മൊഴി പൂർണ്ണമായും മെറ്റയും ഫോറൻസിക് പരിശോധനയും തള്ളുന്ന ഒരു വാർത്ത പുറത്തു വരുന്നു. ഫോറൻസിക് പരിശോധനയിലും അതുപോലെ തന്നെ മെറ്റയുടെയും റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ഈ IAS ഉദ്യോഗസ്ഥന്റെ ഫോൺ ഹാക്ക് ചെയ്തതായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചതിനെ തുടർന്ന് DGP റിപ്പോർട്ട് ശാരദാ മുരളീധരന് കൈമാറുന്നു. തുടർന്ന് സർക്കാരിന്റെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഈ റിപ്പോർട്ട് വരികയും തുടർന്ന് 24 മണിക്കൂറിനുള്ളിൽ ഈ റിപ്പോർട്ടിന് മേൽ ഇപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഷൻ ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ എൻ പ്രശാന്തിന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം പരസ്യമായിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകനെതിരെ അധിക്ഷേപം ഉന്നയിക്കുന്നു. പൊതുമധ്യത്തിൽ ഒരു IAS ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് 3 ഫേസ്ബുക്ക് പോസ്റ്റുകൾ 8-ാം തീയതി മുതൽ കഴിഞ്ഞ ദിവസം 3 ഫേസ്ബുക്ക് പോസ്റ്റുകൾ അദ്ദേഹം എൻ പ്രശാന്ത് ഇടുന്നു. തുടരെയുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാതെ തന്നെ ഇത്തരത്തിൽ പരസ്യമായിട്ട് ഒരു IAS ഉദ്യോഗത്തിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകടന്നു പോയപ്പോൾ ചീഫ് സെക്രട്ടറി ഇത്തരത്തിൽ ഈ ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെ ഇദ്ദേഹം ഇങ്ങനെ ഒരു നിലപാടെടുത്തപ്പോൾ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഇദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാതെ തന്നെ സ്വമേധയായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് കൈമാറുകയായിരുന്നു. പ്രധാനമായും അരുൺ, ഈ ഇവരുടെ ഉത്തരവുകളിൽ ഇപ്പോൾ സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാനാണ് എൻ പ്രശാന്ത് ശ്രമിച്ചതെന്നുള്ളതാണ് പ്രധാനമായും ഈ ഉത്തരവിൽ പരാമർശിക്കുന്നത്. അതിനു പുറമെ ഇപ്പോൾ കെ ഗോപാലകൃഷ്ണന്റെ ഉത്തരവിൽ പറയുന്നത് ഈ IAS ഉദ്യോഗസ്ഥർക്കിടയിലുള്ള അവരെ ഭിന്നിപ്പിക്കാനും മതാടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പ് തയ്യാറാക്കി IAS ഉദ്യോഗസ്ഥരുടെ ഇടയിലുള്ള ഐക്യം തകർക്കാൻ കെ ഗോപാലകൃഷ്ണൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഈ ഉത്തരവിൽ പരാമർശിക്കുന്നത്. അത്തരത്തിൽ സംസ്ഥാനത്ത് ആദ്യമായിട്ട് രണ്ട് IAS ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു, അവരെ സസ്പെൻഷനിലാക്കുന്നു. പൂർണ്ണമായിട്ടും ഈ IAS തലപ്പത്തിലുള്ള ചേരിപ്പോരുകൾക്ക് ഇതോടുകൂടി ഒരു അവസാനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിൽ സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം അടക്കം എൻ പ്രശാന്ത് ചില സ്വകാര്യ ഓൺലൈൻ ചാനലുകൾക്ക് നൽകിയ അഭിമുഖം പ്രധാനമായും പറയുന്നത് ഇപ്പോൾ ഒരു വിസിൽ ബ്ലോവറായി താൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിൽ എൻ പ്രശാന്ത് ഉന്നം വെക്കുന്നത് ഇന്ത്യൻ ഈ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് 2014-15 കാലങ്ങളിൽ രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ വന്നതാണ്. പക്ഷേ ഈ ഇന്ത്യൻ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എൻ പ്രശാന്തിന് തുണയാകുമോ എന്ന് ചോദിച്ചാൽ ഈ പ്രൊട്ടക്ഷൻ ആക്ട് 2015 ചില ഭേദഗതികളോടുകൂടി പാർലമെന്റിൽ വന്നെങ്കിലും
ഈ ബില്ല് പാസ്സാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ പ്രശാന്തിന് ഈ ബില്ല്, ഈ ഒരു പ്രൊട്ടക്ഷൻ ആക്ട് ഒരു കാരണവശാലും എന്തായാലും അദ്ദേഹത്തിന് തുണയാകില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. കാരണം ഈ ഇന്ത്യൻ വിസിൽ പ്രൊട്ടക്ഷൻ, ഈ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പറയുന്നത് ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹം അനധികൃതമായിട്ടോ അഴിമതിയോ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിഷയം പൊതുമധ്യത്തിൽ, പൊതുജനങ്ങളുടെ പൊതുവികാരം മുൻനിർത്തി ഒരു വ്യക്തി പൊതുമധ്യത്തിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അതാണ് ശരിക്കും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എൻ പ്രശാന്ത് കൊണ്ടുവന്നത്. ആ ഒരു പ്രൊട്ടക്ഷൻ ആക്ട് ഇദ്ദേഹത്തിന് തുണയാകുമെന്നുള്ള പ്രതീക്ഷയിലൂടെയാണ് കഴിഞ്ഞ ദിവസം അടക്കം എൻ പ്രശാന്ത് പറഞ്ഞത് താനൊരു ബ്ലോവറായി, വിസിൽ ബ്ലോവറായി പ്രവർത്തിക്കേണ്ടുന്ന ഗതികേടിലാണ്. ഒട്ടനവധി വ്യക്തികളുടെ ജീവിതവും കരിയറും നശിപ്പിച്ച വ്യക്തിയാണ് ജയതിലക്. മാണമ്പള്ളിയിലെ ചിത്തരോഗിയായി പ്രവർത്തിക്കുന്നു. ജയതിലകിനെതിരെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടു. നമുക്കറിയാവുന്നതാണ്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരെ മറ്റു ചില ആരോപണങ്ങളും പല ഘട്ടങ്ങളിലും രഹസ്യമായും പരസ്യമായും മാധ്യമപ്രവർത്തകർക്കിടയിൽ തന്നെയുണ്ട്. അതിൽ മറ്റൊരു ഉദ്യോഗസ്ഥയുടെ പരാതിയും അവരിങ്ങനെ തുറന്നടിച്ച ഒരു കാര്യമൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ജയതിലകിനെതിരെ ഇങ്ങനൊരു പോസ്റ്റ് ഇടുമ്പോൾ തനിക്ക് വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പരിധി അല്ലെങ്കിൽ സംരക്ഷണം ലഭിക്കും എന്ന് പ്രശാന്ത് കരുതിയുമെന്ന് നമുക്കറിയില്ല. പക്ഷേ അങ്ങനൊരു നിയമം രാജ്യത്ത് പാസ്സായെങ്കിലും നടപ്പാക്കിയിട്ടില്ല. അതിന് നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ സംരക്ഷണമൊന്നും പ്രശാന്തിന് ലഭിക്കില്ല. പ്രശാന്ത് പോയി തലവെച്ച് കൊടുത്തത് ഈ ജയതിലക ഒരു പത്രവുമായിട്ട് ചേർന്ന് തന്നെ അപമാനിക്കാനുള്ള ശ്രമം നടത്തി എന്നതിലാണല്ലോ തുടക്കം. ഉന്നതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഈ പ്രശാന്ത് മുക്കി, വ്യാജ ഹാജർ ഒക്കെ രേഖപ്പെടുത്തി. അപ്പോൾ ജയതിലക പ്രശാന്ത് തമ്മിലുള്ള ഒരു യുദ്ധം ഒരു പത്രം ഏറ്റെടുത്തതോടുകൂടിയാണ് കൂടുതൽ പ്രകോപിതനായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കുറച്ച് പക്വത വിട്ട് പ്രശാന്ത് സമൂഹ മാധ്യമത്തിൽ അത് പോസ്റ്റ് ഇടുന്ന സാഹചര്യമുണ്ടായി. ഗോപാലകൃഷ്ണനെയും പ്രശാന്തിനെയും നമുക്ക് ഒരേ നുഖത്തിൽ കെട്ടാൻ കഴിയില്ല. ഗോപാലകൃഷ്ണനെയും പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് പ്രളയമുണ്ടാകുന്ന സമയങ്ങളിലാണെങ്കിലും ഒക്കെ സംസ്ഥാന സർക്കാരിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാത്ത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ വിമർശനം നേരിട്ടയാളാണ്. പ്രശാന്തിനെ കോഴിക്കോട് പ്രശാന്ത് ബ്രോ എന്നൊരു വിളിപ്പേരുണ്ടായത് അദ്ദേഹത്തിൻ്റെ പൊതുസമൂഹമായിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം മറ്റു ചില വിവാദങ്ങളുടെ കുരുക്കിലൊക്കെപ്പെട്ടു, മേഴ്സിക്കുട്ടിയമ്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമിതമായ ഒരു ആവേശമാണോ പ്രശാന്തിനെ ഈ അപകടത്തിൽ കൊണ്ട് എത്തിച്ചത്? അങ്ങനെയാണെങ്കിൽ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാത്ത സാഹചര്യത്തിൽ അതിൻ്റെ സംരക്ഷണമൊന്നും ഇനി പ്രശാന്തിന് കിട്ടാൻ സാധ്യതയില്ല. കൂടുതൽ നിയമക്കുരുക്കിലേക്ക് പോകുമോ പ്രശാന്ത്? തീർച്ചയായിട്ടും അരുൺ, വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ നിയമക്കുരുക്കുകളിലേക്ക് ഇരുവരും പോകുമെന്നുള്ളതാണ്. കാരണം കെ ഗോപാലകൃഷ്ണൻ നടത്തിയത് നിസ്സാരപ്പെട്ട ഒരു കുറ്റമല്ല, ഇരുവരും നടത്തിയത് സിവിൽ സർവീസ് ചട്ടലംഘനം തന്നെയാണെന്നുള്ളതാണ്. പ്രധാനമായും ഇരുവരുടെയും ഉത്തരവിൽ, ചീഫ് സെക്രട്ടറി പരാമർശിക്കുന്ന ഈ ഉത്തരവിൽ ഒരു പൊതുപൗരൻ പാലിക്കേണ്ടുന്ന ഒരു മര്യാദ പോലും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം കെ ഗോപാലകൃഷ്ണൻ നടത്തിയത് മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതാണ്. ഇതൊരിക്കലും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇരുവരും നിയമക്കുരുക്കുകൾ കടന്നു പോകും. ഇവർ ഈ ഒരു വിചാരണ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളത് തന്നെ പറയാം. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നതിയുടെ കീഴിൽ ഈ അദ്ദേഹം ഒരു CEO ആയി പ്രവർത്തിക്കുന്ന കാലത്ത് ഫയലുകൾ മുക്കിയെന്ന് പറയുമ്പോഴും ഈ ഫയലുകൾ നേരിട്ട് അന്നത്തെ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണന് കൈമാറി എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഈ സിവിൽ സർവീസ് IAS ഉദ്യോഗസ്ഥരുടെ കീഴിലുള്ള സ്വരച്ചേർച്ച അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ചേരിപ്പോരാണ് അത്തരത്തിൽ കാര്യങ്ങൾ കടന്നുപോയത്. അങ്ങനെ ജയതിലകുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇദ്ദേഹത്തെ ഈ CEO പദവിയിൽ നിന്ന് മാറ്റുകയും പകരം കെ ഗോപാലകൃഷ്ണനെ അവിടെ കൊണ്ടുവരുന്നു. അപ്പോഴാണ് ഈ ഫയലുകൾ മുക്കിയ കാര്യം ജയതിലക അറിയുന്നതും. ഈ വർഷം മാർച്ച് മാസം ഈ റിപ്പോർട്ട് അത്തരത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയതിലക മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു. നവംബർ മാസം 8-ാം തീയതി ഈ റിപ്പോർട്ട് മാതൃഭൂമിയിലൂടെ പുറത്തു വരുമ്പോഴാണ് പരസ്യമായിട്ട് ജയതിലകനെതിരെ ഇപ്പോൾ പ്രശാന്ത് രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം കർഷകനാണ്, കളവിറക്കിയാൻ ഇറങ്ങിയതാണെന്ന് അടക്കമുള്ള വിമർശനങ്ങളും എൻ പ്രശാന്ത് തുടരെ പോസ്റ്റുകൾ ഇട്ടിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഈ നേരിട്ട് മന്ത്രിക്ക് ഈ ഫയലുകൾ കൈമാറിയിരിക്കുന്നു. അപ്പോഴും വ്യാജമായി തനിക്കെതിരെ വ്യാജമായി ഹാജരില്ല എന്ന് പറഞ്ഞ് വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കി എന്നുള്ള ഒരു ആരോപണം കൂടി എൻ പ്രശാന്ത് ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ വസ്തുതകൾ പുറത്തു വരേണ്ടതുണ്ട്. ഫയലുകൾ ഇപ്പോഴും മന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടെന്ന് പറയുമ്പോഴും ഇദ്ദേഹത്തിന്റെ ഹാജർ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അദ്ദേഹം ഫീൽഡ് വിസിറ്റുമായി ബന്ധപ്പെട്ട് പുറത്തുപോയെന്നുള്ളതാണ് എൻ പ്രശാന്തിന്റെ വാദം. അത് അകത്തിരുന്ന് പണിയെടുക്കുന്നവർക്ക് മനസ്സിലാകില്ല എന്നുള്ള പരസ്യമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിൽ ഇരുവരും വിവാദം പുറത്തു വരുന്നത് ഈ ഉന്നതി എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നൊരു സ്ഥാപനമാണ്. ആ ഉന്നതിയുടെ CEO ആണ് നമ്മുടെ എൻ പ്രശാന്ത്. ജയതിലകാണല്ലോ അഡീഷണൽ ചീഫ് സെക്രട്ടറി. പക്ഷേ ഉന്നതിയിൽ ഫയലുകൾ കാണാനില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി പകരം കൊണ്ടുവരുന്നത് ഈ കെ ഗോപാലകൃഷ്ണനെയാണ്.
ഗോപാലകൃഷ്ണൻ ആവട്ടെ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തി നിൽക്കുന്ന ഒരു കക്ഷിയാണ്. മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ആ ഗോപാലകൃഷ്ണൻ ഉന്നതി CEO ആയിട്ട് കൊണ്ടുവരുന്നു. ആ ഗോപാലകൃഷ്ണനും ജയതിലകൻ തമ്മിൽ ഗൂഢാലോചന നടത്തിയാണ് തനിക്കെതിരെ പരാതി കൊടുത്തത് എന്നാണ് പ്രശാന്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതിനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഗോപാലകൃഷ്ണനും ജയതിലകൻ തമ്മിൽ ഒരു കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ, പ്രശാന്തിനെതിരെയുള്ള ഒരു നീക്കം നടത്തിയിട്ടുണ്ടോ? പക്ഷേ പ്രശാന്ത് കുറച്ചുകൂടി കാത്തിരിക്കണമായിരുന്നു. കുറച്ചുകൂടി ഒരു സംയമനം, ഒരു പക്വത കാണിച്ചിരുന്നുവെങ്കിൽ പ്രശാന്തിനെതിരെ നടപടി ഉണ്ടാവില്ലായിരുന്നു. ഗോപാലകൃഷ്ണനെതിരെ സ്വാഭാവികമായി മറ്റൊരു വിഷയത്തിൽ നടപടി വരികയും ചെയ്തു. പക്ഷേ പ്രശാന്ത് കുറച്ച് അമിതാവേശം കാണിച്ച് ഫേസ്ബുക്കിൽ കയറി പോസ്റ്റ് ഇട്ടു. അത് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെയുള്ള നീക്കമായി. അതാകട്ടെ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അഴിമതിയൊക്കെ വിളിച്ചു പറയുന്ന ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന സംരക്ഷണം. ആ സംരക്ഷണ നിയമം നമ്മുടെ രാജ്യത്ത് പാസ്സാക്കിയെങ്കിലും നടപ്പാക്കിയിട്ടില്ല. അതിന്റെ ആനുകൂല്യമൊന്നും പ്രശാന്തിന് കിട്ടാനുള്ള സാധ്യതയുമില്ല. പക്ഷേ ഗോപാലകൃഷ്ണൻ ചെയ്തത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കന്നന്തിരിവാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അദ്ദേഹം പല പല കാര്യങ്ങളിലും പോയി വിവാദത്തിൽ ചാടുകയാണ്. നമ്മുടെ വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ ഈ ചങ്ങാതിയൊക്കെ ഇത്തരം പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ വെക്കാമോ എന്നുള്ളത് സർക്കാർ ആലോചിക്കേണ്ടതാണ്. പ്രളയം ഉണ്ടാകുന്ന സമയത്ത് ലീവ് എടുത്ത് വീട്ടിൽ പോവുക, കള്ളം പറയുക. അദ്ദേഹം ഇപ്പോൾ വ്യാജ പരാതിയാണ് പോലീസിന് കൊടുത്തത്. തൻ്റെ ഫോണിൽ ആരോ ഹാക്ക് ചെയ്തു എന്നൊരു വ്യാജ പരാതി കൊടുത്തു. ഫോൺ ഹാക്ക് ചെയ്തിട്ടില്ല എന്ന് മെറ്റ കണ്ടെത്തി. കാരണം അതിൽ തന്നെയാണ് ഈ വാട്സപ്പ് ഹിന്ദു ഗ്രൂപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്വന്തമായിട്ട് പണിയെടുത്താൽ പോരെ എൻ്റെ ഗോപാലകൃഷ്ണ? ഈ പണി വാങ്ങേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു? എന്തായാലും ഗോപാലകൃഷ്ണൻ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് പോകും. 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് പോലീസിൽ വ്യാജ പരാതി നൽകുക എന്നുള്ളത്. ഫോൺ ഹാക്ക് ചെയ്തു എന്നുള്ളൊരു വ്യാജ പരാതി നൽകി എന്ന് തെളിയിക്കപ്പെട്ടാൽ ഗോപാലകൃഷ്ണന് കുറച്ചുകൂടി കുരുക്കാവും. മാത്രവുമല്ല, കേന്ദ്ര സിവിൽ സർവീസിലെ ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ വിഭാഗീയത നിറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയത്. അപ്പോൾ ഗോപാലകൃഷ്ണന് പണി വരുന്നു എന്നർത്ഥം. അതിൻ്റെ ഭാഗമായി പ്രശാന്തിനും ഒരു ചെറിയ പണി വന്നു എന്ന് കരുതിയാൽ മതി. പ്രശാന്തിന് ഒരു പക്ഷേ ഈ നടപടിയോടുകൂടി, അച്ചടക്ക നടപടിയോടുകൂടി പ്രശാന്തിൻ്റെ നടപടി അവസാനിച്ചേക്കാം. പക്ഷേ ഗോപാലകൃഷ്ണൻ അങ്ങനെയല്ല. കൂടുതൽ ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കുന്നത് ഗോപാലകൃഷ്ണനാണ് എന്നാണ് റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു, അരുൺ സോളമൻ.